ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു പറഞ്ഞത്? ആക്റ്റീവ് വിഷ്വൽ വാണിംഗ് അല്ലെ? ആക്റ്റീവ് വിഷ്വൽ വാണിംഗ്. സുഖാണോ? നിന്നോടാണോ ചോദിച്ചേ? അത് നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ മെസ്സേജ് അയച്ചാണോ? സുഖാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ക്ലാസ് ഒക്കെ വളരെ സുഖമായിട്ട് പോകണു. അവനോടാവുക വേറെ വിശേഷമൊന്നുമില്ല. എല്ലാവരും ഒക്കെ സുഖമായിരിക്കുന്നു. എല്ലാ ടീച്ചേഴ്സും അതേപോലെ വന്ന് അവരോരോരുത്തരോരോ ക്ലാസ്സിൽ കയറുന്നു. കുറച്ച് സമയമൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചൊക്കെ ഇരിക്കും. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും സുഖമായിരിക്കണം. നിങ്ങൾക്കൊക്കെ സുഖാണോ? നിങ്ങളുടെ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. നമ്മൾ ക്ലാസ്സിന്റെ ഇതിലേക്ക് വരുമ്പോ അധികം സംസാരിക്കാൻ എല്ലാവരും ഓക്കെ ആയിരിക്കുന്നില്ലേ? ഹാപ്പി അല്ലേ? ക്ലാസ് ഓക്കെ? ആ, യെസ്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ ആക്റ്റീവ് വിഷ്വൽ വാണിംഗ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? ഇതിൽ ഒന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? ആക്റ്റീവ് ആണ്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ എമർജൻസി അങ്ങനെയുള്ള സംഭവങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സാധാരണ നമ്മൾ പാസീവ് പറഞ്ഞു, അത് നോർമലി ആംബുലൻസിലുള്ളത് തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എമർജൻസി ഇപ്പൊ എപ്പോഴും നമുക്കറിയാം ലൈറ്റ് ഇട്ട് ആംബുലൻസ് പോകില്ല. അതൊരു ആക്റ്റീവ് വിഷ്വൽ വാണിംഗ് ആണ്. ഫ്ലാഷിംഗ് ലൈറ്റുകൾ ഇടുന്ന എന്താ? എമർജൻസി ഒന്നുകൂടി എടുത്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ എമർജൻസിക്ക് ആ ഒരു ഇതിനാണ് നമ്മൾ ഫ്ലാഷിംഗ് ലൈറ്റുകൾ ഉപയോഗിക്കുന്നത്. ഇതൊരു ഏതാണ്? ആക്റ്റീവ് വിഷ്വൽ വാണിംഗ് ആണ് കേട്ടോ. Usually visual sign for the task are in the shape of flashing light. Flashing light രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? റോഡ് യൂസേഴ്സിന് ആംബുലൻസ് വരുന്നുണ്ട് എന്നുള്ള അവരെ അട്രാക്ട് ചെയ്യാനായിട്ട്, അവർക്കൊരു ശ്രദ്ധ കിട്ടാൻ, ഒരു അറ്റൻഷൻ, attract the attention of other road users as a ambulance approach. ആംബുലൻസിന്റെ വരവ് നമുക്ക് റോഡ് യൂസേഴ്സിന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ വണ്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒതുക്കി കൊടുക്കണം. ആംബുലൻസിന് പോകാനുള്ള ഒരു വഴി നമ്മൾ റെഡിയാക്കി കൊടുക്കണം. പിന്നെ അതുകൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ആംബുലൻസ് ഇനി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ റോഡിൽ എവിടെയെങ്കിലും നിർത്തിയിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ലൈറ്റുകൾ നമുക്ക് ദൂരെ നിന്ന് തന്നെ നോക്കി അറിയാലോ ആംബുലൻസ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇത് അറിയുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഫ്ലാഷിംഗ് ലൈറ്റുകൾ. നിർത്തിയിടുമ്പോൾ നമ്മളിങ്ങനെ നമ്മൾ സാധാരണ കാറൊക്കെ പാർക്ക് ചെയ്യുന്നവരെ ഒതുക്കി ആ മൂല ചേർത്ത് അങ്ങനെയൊക്കെ ചിലപ്പോൾ പറ്റൂല. എമർജൻസി ആയിട്ട് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാ. അപ്പൊ റോഡിലൊക്കെ ആ ഒരു നമ്മളൊരു അപകടകരമായ ഒരു അവസ്ഥയില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താ ഒരു റോഡില് ഒരു ഡേഞ്ചറസ് പൊസിഷനിൽ ആംബുലൻസ് നിർത്തിയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ മോട്ടോറിസ്റ്റ് വാഹനയാത്രക്കാർക്ക് ആംബുലൻസ് അവിടെ ഉണ്ട് എന്നുള്ളത് അതും കൂടി അറിയിക്കുന്നതിനും കൂടി വേണ്ടിയാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത് നമ്മൾ ആ കളർ, കോമൺ കളർ ഫോർ ആംബുലൻസ് വാണിംഗ് ബീക്കൺസ്. വാണിംഗ് ബീക്കൺസിലുള്ള കോമൺ കളറുകൾ ബ്ലൂ, റെഡ്, ആംബർ, 3 ആൻഡ് വൈറ്റ്, 4 കളറുകൾ കേട്ടോ. അത് 4 നോക്കി വെക്കുക, ചോദിക്കാറുണ്ട്. കോമൺ കളേഴ്സ് ഫോർ ആംബുലൻസ് വാണിംഗ് ബീക്കൺസ് ആർ ബ്ലൂ, റെഡ്, ആംബർ ആൻഡ് വൈറ്റ്. ആംബർ എന്ന് പറഞ്ഞാൽ ബ്രൗണിഷ് യെല്ലോ കളറാണ് കേട്ടോ. ബ്രൗണിഷ് യെല്ലോ കളർ. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കി. There are several technologies presently used to achieve the flashing effect. കണ്ടോ, ഫ്ലാഷിംഗ് എഫക്റ്റ് കിട്ടാനായിട്ട് ആംബുലൻസില് പല ടെക്നോളജീസ് ഉപയോഗിക്കുന്നുണ്ട്. There are several technologies presently used to achieve the flashing effect. Flashing effects കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആംബുലൻസിന് പല ടെക്നോളജികൾ ഉപയോഗിക്കുന്നുണ്ട്. These include flashing a light bulb or LED bulb. അത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? LED ബൾബുകള് ആംബുലൻസില്. അത് നമുക്ക് ഒരു ഫ്ലാഷിംഗ് എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഫ്ലാഷിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഹാലജൻ ബൾബ്സ്. റൊട്ടേറ്റ് ചെയ്യുന്ന ആംബുലൻസ് ഇങ്ങനെ നമ്മള് പേഷ്യൻസിനെ കൊണ്ടൊക്കെ പോകുമ്പോഴിങ്ങനെ സൗണ്ട് ഇട്ട് ഫ്ലാഷിംഗ് ബൾബുകളില്ലേ, റൊട്ടേറ്റ് ചെയ്യുന്ന പോലെയുള്ള അങ്ങനെയുള്ളത്. ആൻഡ് സ്ട്രോബ് ലൈറ്റ് വിച്ച് ആർ കോമൺലി ബ്രൈറ്റർ ദാൻ ദ ഇൻകാൻഡസെന്റ് ലൈറ്റ്. സാധാരണ ലൈറ്റിനേക്കാളും കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകളാണ് സ്ട്രോബ് ലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. സ്ട്രോബ് ലൈറ്റ് സാധാരണ നമ്മുടെ ലൈറ്റുകൾ അതിനേക്കാളും കുറച്ചും കൂടി ബ്രൈറ്റർ ആയിട്ടുള്ള ലൈറ്റുകളാണ് സ്ട്രോബ് ലൈറ്റുകൾ.
അപ്പൊ ഇതെല്ലാം നമുക്ക് ആംബുലൻസിൽ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഫ്ലാഷിംഗ് എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ടെക്നോളജികൾ ആംബുലൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. These include the flashing light bulb or LED ബൾബുകളുടെ രീതിയിൽ, അതിൽ ഫ്ലാഷിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഹാലജൻ ബൾബ്സ് ഉണ്ട്, ആൻഡ് സ്ട്രോബ് ലൈറ്റ്സ്. സ്ട്രോബ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റിനേക്കാളും കുറച്ചും കൂടി ബ്രൈറ്റർ ആയിട്ടുള്ള അതാണ് സ്ട്രോബ് ലൈറ്റുകൾ. അങ്ങനെയുള്ള ഫ്ലാഷിംഗ് എഫക്റ്റുകൾ ആംബുലൻസിലുണ്ട്. തിളക്കം, കൂടുതലും തിളക്കമുള്ളത്. ഇൻകാൻഡസെന്റ് എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന, കുറച്ചും കൂടി നമ്മള് സാധാ ലൈറ്റിനേക്കാളും കുറച്ചും കൂടി തിളക്കമുള്ള രീതിയിലുള്ള ലൈറ്റ്, സ്ട്രോബ് ലൈറ്റുകൾ. ഇനി so as to increase safety, it is the best practice to have 300-degree coverage, 360-degree coverage, 360 കവറേജ്. അതെന്തിനു വേണ്ടിയാ? സോ ആസ് ടു ഇൻക്രീസ് ദ സേഫ്റ്റി. കണ്ടിട്ടില്ലേ ആ ബൾബ് ഇങ്ങനെ ഫുൾ ഇങ്ങനെ കറങ്ങൂലേ, എല്ലാ വശങ്ങളിലേക്കും ഉണ്ടാവും ആ ലൈറ്റ്. അല്ലാതെ ഫ്രണ്ടിലോ ബാക്കിലോ മാത്രമല്ല, വശങ്ങളിലേക്കും. അതായത് 360 ഡിഗ്രി സർക്കിളിന്റെ മെഷർ 360 അല്ലേ സർക്കിൾ പറയുമ്പോ? അതായത് നമ്മുടെ ചുറ്റും ഫ്രണ്ടിലും ബാക്കിലും വശങ്ങളിലും ഒക്കെ ആ ലൈറ്റ് കിട്ടുന്ന രീതിയിൽ 360 ഡിഗ്രി കവറേജ് ഉള്ള ആക്റ്റീവ് വാർണിംഗ് ലൈറ്റുകളാണ്. എൻഹാൻസിങ് ദ ചാൻസ് ഓഫ് വെഹിക്കിൾ ബീയിങ് സീൻ ഫ്രം ഓൾ സൈഡ്. എല്ലാ വശത്തു നിന്നും നമുക്ക് കാണാം. ഇപ്പൊ ബാക്കിൽ മാത്രമേ ലൈറ്റ് ഉള്ളൂങ്കിൽ ഫ്രണ്ടിൽ കാണാൻ പറ്റൂല. ഇപ്പൊ ഫ്രണ്ടിൽ മാത്രമേ ലൈറ്റ് ഉള്ളൂങ്കിൽ ബാക്കിലുള്ളവർക്ക് കാണാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് എത്ര ഡിഗ്രിയാണ് നമ്മൾ പറഞ്ഞേക്കണേ? 360 ഡിഗ്രി കവറേജ്, 360 ഡിഗ്രി കവറേജ്. അതായത് എല്ലാ വശങ്ങളിലേക്കും ലൈറ്റ് എത്തുന്ന രീതിയിലുള്ള ലൈറ്റുകളാണ്, ആക്റ്റീവ് വാർണിംഗ് ലൈറ്റുകളാണ് ആംബുലൻസിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയാ ടു ഇൻക്രീസ് ദ സേഫ്റ്റി, സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് ഏത് വശത്ത് നിന്ന് നോക്കിയാലും നമുക്ക് ആംബുലൻസ് അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റണം. To enhancing the chance of vehicle being seen from all side. അപ്പൊ അതിനകത്തൊന്ന് എഴുതിക്കുക, കവറേജ് എത്ര ഡിഗ്രിയാ? 360 ഡിഗ്രി കവറേജ്, 360 ഡിഗ്രി കവറേജ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് അവിടെ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഹാൻസ് ദ വെഹിക്കിൾ ബീയിങ് സീൻ ഫ്രം ഓൾ സൈഡ്സ്. എല്ലാ വശങ്ങളിൽ നിന്നും നമുക്ക് അവിടെ ആംബുലൻസിന്റെ വാഹനം ഉണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. ഇനി അപ്പൊ അത്രയാണ് നമ്മള് ഇത് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഓഡിബിൾ വാർണിംഗ്. ഇനി സൗണ്ടാ നമ്മൾ പറയുന്നത്, ഓഡിയോ. ഓഡിബിൾ വാർണിംഗ് നമ്മുടെ സൗണ്ടുകള്, ആംബുലൻസ് സൗണ്ട് ഇട്ട് പോകുന്ന കണ്ടിട്ടില്ലേ? സൗണ്ട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത് ലൈറ്റ് മാത്രമല്ല, സൗണ്ട് കൂടി ഉണ്ട്. അത് നോക്കിയ ഓഡിബിൾ വാർണിംഗ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ ആംബുലൻസിലും ഒരേ സൗണ്ട് ആയിരിക്കും. ആ സൗണ്ടുകളുടെ വേരിയേഷൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നോക്കി ഓരോ എമർജൻസി വരുമ്പോഴോ അതിനനുസരിച്ചുള്ള സൗണ്ട്, ആ നോയിസിൽ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഇനി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ സമയത്തും ആംബുലൻസ് പോകുമ്പോൾ ഒരേ ട്യൂൺ ആയിരിക്കില്ല ആ ഓഡിബിൾ വാർണിംഗ്. ഡിഫറെന്റ് ആണ്. അതെന്ന് വെച്ചാൽ ഡിപ്പെൻഡിങ് ഓൺ ദ എമർജൻസി, ഏത് എമർജൻസി ആണ് അതിന് ബേസ് ചെയ്തിട്ടാണ് അവർ ആ വോയിസ് മോഡുലേഷൻ ഉണ്ട്. പല ട്യൂണുകൾ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, ബിസൈഡ് വിഷ്വൽ വാർണിംഗ് ആംബുലൻസ് ക്യാൻ ബി എക്വിപ്ഡ് വിത്ത് ഓഡിബിൾ വാർണിംഗ്. ഇനി വിഷ്വൽ വാർണിംഗ്, അതായത് ലൈറ്റുകൾക്ക് പുറമെ ആംബുലൻസിൽ എന്തും കൂടി ഉണ്ട്? ഓഡിബിൾ വാർണിംഗ് ഉണ്ട്. കേൾക്കാൻ പറ്റുന്ന വെച്ചാൽ അങ്ങനെയുള്ള സൗണ്ടുകളും കൂടി ഉണ്ട്. സംടൈംസ് നോൺ ആസ് സൈറൻ. അതാണ് സൈറൻ എന്ന് പറയുന്നത്. സൈറൻ ഇട്ട് പോണ കണ്ടിട്ടില്ലേ ആംബുലൻസ്? സൈറൻ ഇട്ട് പോണ കേട്ടിട്ടില്ലേ? which can be alert the people and vehicle to the presence of ambulance before they can see. ഇനി എന്തിനാ ആ സൗണ്ട് വെച്ചേക്കുന്നത്? ആളുകളെ അലേർട്ട് ആക്കാൻ. in the vehicles to the presence of ambulance before they can see. ഇപ്പൊ നമ്മുടെ പുറകെ ഇച്ചിരി ബാക്കിലാണ് ആംബുലൻസിക്ക്, നമുക്ക് നേരെ ബാക്കിലേക്ക് നോക്കി ആംബുലൻസ് വന്നിട്ടുണ്ടോ എന്ന് എപ്പോഴും നോക്കാൻ പറ്റൂല അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടില് കുറച്ച് ദൂരത്തിലാണെങ്കിൽ നമുക്ക് ആ ലൈറ്റ് കാണാൻ നമുക്ക് പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനെ എന്താണ് ആംബുലൻസിന്റെ പ്രസൻസ് നമുക്ക് അത് കാണുന്നതിന് മുന്നേ നമുക്ക് അറിയാൻ വേണ്ടിയാ. സൗണ്ട് ആകുമ്പോ ഒരു കുറച്ചും കൂടി ദൂരത്തു നിന്ന് അറിയാൻ പറ്റൂലേ?
അല്ലെ? സൗണ്ട് ആണെങ്കിൽ ആംബുലൻസിന്റെ സൗണ്ട് നമുക്ക് തൊട്ട് പിന്നിലല്ല, കുറച്ച് ദൂരത്തുനിന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വണ്ടികളൊക്കെ നമുക്കൊന്ന് എന്താ ആംബുലൻസിൽ പോകാൻ വഴി ആക്കുന്ന രീതിയിൽ നമുക്ക് ഒതുക്കി കൊടുക്കാം, കുറച്ചും കൂടി ദൂരത്തുനിന്ന്. അതാണ് സൈഡ് ആക്കാം, അല്ലെ? സൈഡ് ആക്കാം. അപ്പൊ നമുക്ക് സൗണ്ട് ആകുമ്പോൾ കുറച്ചും കൂടി ദൂരത്തുനിന്ന് കേൾക്കാൻ പറ്റും. അതായത് ആംബുലൻസ് കാണുന്നതിന് മുന്നേ നമുക്ക് അറിയാൻ പറ്റും. കാണുന്നതിന് മുന്നേ ആംബുലൻസിന്റെ വരവ് നമുക്ക് ആ സൗണ്ടിൽ കൂടെ അറിയാൻ പറ്റും. ഇതാണ് എഴുതിയിരിക്കുന്നത്. വിച്ച് ക്യാൻ അലേർട്ട് ദ പീപ്പിൾ ആൻഡ് വെഹിക്കിൾ ടു ദ പ്രസൻസ് ഓഫ് ആംബുലൻസ് ബിഫോർ ദേ ക്യാൻ സീ. ആംബുലൻസ് കാണുന്നതിന് മുന്നേ തന്നെ ആംബുലൻസിന്റെ പ്രസൻസ് അറിയാൻ, അങ്ങനെ ആളുകളെ അലർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഓഡിബിൾ വാർണിംഗ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ പല ടൈപ്പ് ഉണ്ട്. ഇനി നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കട്ടോ. ആംബുലൻസിന് പോകാൻ വഴി നൽകണം, അപകടാവസ്ഥയിലുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ ആ വോയിസ്, ആ സൗണ്ടിൽ വ്യത്യാസം വരും. പിന്നെ ഏറ്റവും അപകടകരമായിട്ട് പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ അതില് കുറച്ചുകൂടി എമർജൻസിയാണ്, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് വേറെ ഇതുണ്ടാവും. അങ്ങനെ അതീവ ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ, സാധാ കൊണ്ടുപോകുമ്പോൾ, രോഗിയുമായി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ, ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ, അങ്ങനെയൊക്കെ വെച്ചാൽ പല കണ്ടീഷൻസ് അനുസരിച്ച് അതിനനുസരിച്ച് സൗണ്ടിന് വ്യത്യാസമുണ്ട്. ഇവിടെ കൊടുത്തേക്കുന്നുണ്ട് താഴെ. ദ ഫസ്റ്റ് ഹിയറബിൾ വാർണിംഗ് വെർ മെക്കാനിക്കൽ ബെൽസ്. അപ്പൊ ആദ്യത്തെ ഇങ്ങനെയൊക്കെ ഹിയറബിൾ വാർണിംഗ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ബെല്ലുകളായിരുന്നു. മൗണ്ടഡ് to either the front of roof of the ambulance. ആംബുലൻസിന്റെ ഫ്രണ്ടിൽ തന്നെ ലൈറ്റ് കണ്ടിട്ടില്ലേ പണ്ടത്തെ? ഫസ്റ്റ് ഹിയറബിൾ വാർണിംഗ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ബെൽസ് ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം. അതെവിടെയായിരിക്കും വെച്ചേക്കുന്നത്? ആംബുലൻസിന്റെ ഫ്രണ്ടിലായിരിക്കും. ഫ്രണ്ടില് ആ റൂഫിന്റെ മുകളില് അത് അവിടെ ഒരു ലൈറ്റ് ഇങ്ങനെ കാണാം. പണ്ടത്തെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, പണ്ടുള്ള ആംബുലൻസിലൊക്കെ അങ്ങനെയാണ്. ഇനി പണ്ടത്തെ ഒരു സിനിമയിലാണെങ്കിൽ നോക്കിയാൽ, സിനിമയൊക്കെ കാണാറില്ല എല്ലാവരും, അപ്പൊ നോക്കിയാൽ നമുക്കറിയാം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ആ ഫ്രണ്ടിലായിരിക്കും, ഫ്രണ്ട് റൂഫിലായിരിക്കും വെച്ചേക്കുന്നത്. ഐദർ ദ ഫ്രണ്ട് ഓഫ് ദ റൂഫ് ഓഫ് ദ ആംബുലൻസ് പണ്ട്. എന്നാൽ ഇപ്പൊ കുറച്ചും കൂടി ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഇത് മെക്കാനിക്കൽ ബെല്ലുകൾക്ക് പകരം ഇലക്ട്രോണിക് സൈറനുകളാണ് ആംബുലൻസിൽ ഉപയോഗിക്കുന്നത്. മോസ്റ്റ് മോഡേൺ ആംബുലൻസ് ആർ നൗ എക്വിപ്ഡ് വിത്ത് ഇലക്ട്രോണിക് സൈറൻസ്. ഇപ്പൊ എന്താ? ഇലക്ട്രോണിക് സൈറനുകളാണ് ആംബുലൻസിൽ ഉപയോഗിക്കുന്നത്. Most modern ambulance are now equipped with the electronic sirens. Underline ചെയ്തോട്ടെ, ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടാം. Electronic sirens. Most modern ambulance are now equipped with electronic sirens. അപ്പൊ പണ്ട് ഏതാണ്? മെക്കാനിക്കൽ ബെല്ലുകളായിരുന്നു. ആ ആംബുലൻസിന്റെ ഫ്രണ്ടിൽ, ആ റൂഫില് മുകളിലായിട്ട് ബെല്ലായിരുന്നു, മെക്കാനിക്കൽ ബെല്ലുകളായിരുന്നു ഹിയറബിൾ വാർണിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ടെക്നോളജി കൂടിയപ്പോൾ അതിന് പകരം എന്തായി? ഇലക്ട്രോണിക് സൈറൻസ് ആയി. വിച്ച് പ്രൊഡ്യൂസ് എ റേഞ്ച് ഓഫ് ഡിഫറെന്റ് നോയ്സസ് which ambulance operator can use to attract more attention to themselves, especially when advancing through an intersection or in a heavy traffic. ഉണ്ടോ? ഇപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ആ ഇലക്ട്രോണിക് സൈറൻസ് ആണ്. അപ്പൊ അവിടെ ആ എന്താണ്, ആ നോയ്സിന് വ്യത്യാസം വരുത്താൻ പറ്റും. അത് ആംബുലൻസ് ഓപ്പറേറ്ററിന് തന്നെ, ഡ്രൈവറിന് തന്നെയാണെങ്കിലും. അപ്പൊ ഏത് തരത്തിലുള്ള പേഷ്യന്റിനാണ് കൊണ്ടുപോകുന്നത്? അതീവ ഗുരുതരാവസ്ഥയിലാണോ, അല്ലാതെ വെറുതെ ഹോസ്പിറ്റലിലേക്ക്, വെറുതെ എന്ന് പറഞ്ഞാൽ അത്ര ക്രിട്ടിക്കൽ അല്ലാതെ പേഷ്യൻസിന് കൊണ്ടുപോകുമ്പോൾ അതാണോ, അല്ലെങ്കിൽ ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ? അപ്പൊ അങ്ങനെയൊക്കെ എന്താണ്, ആ സൗണ്ടുകള് മോഡിഫിക്കേഷൻ, അതിന്റെ ആ നോയ്സ് ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇന്ന് ഇലക്ട്രോണിക് സൈറൻസ് ആംബുലൻസിലെ ഓപ്പറേറ്റർക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ഏത് എമർജൻസി ആണോ, അത് എങ്ങനെയുള്ള പേഷ്യൻസിനാണ് കൊണ്ടുപോകുന്നേ, അതനുസരിച്ച് ആ സൈറൻസിൽ മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റും. അതനുസരിച്ച് അവർക്ക് തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. പണ്ട് അങ്ങനെ ഇല്ല, ഒറ്റ ഇതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഇലക്ട്രോണിക് സൈറൻസ് ആണ്. ആ ഇലക്ട്രോണിക് സൈറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് ആ ഓപ്പറേറ്ററിനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലോ യൂട്യൂബിലോ കയറി ഒന്ന് നോക്കിയേ, ആംബുലൻസ് സൈറൻസ്. അപ്പൊ അതിന്റെ ഓരോ എമർജൻസിയും അതിന്റെ ആ സൈറൻസിന്റെ വ്യത്യാസം അതിനകത്ത് കാണാം. ജസ്റ്റ് ഒന്ന് കയറി നോക്കാട്ടോ, അപ്പൊ നമുക്കത് അറിയാൻ പറ്റും. നല്ല സൈറനുകൾ ഓരോ ഇതിനും.
ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഭയങ്കര എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോ അതിനൊരു സൗണ്ട് ആയിരിക്കും. സാധാ പേഷ്യന്റിന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോ അതിന് വേറെ സൗണ്ട് ആയിരിക്കും. അത്ര ക്രിട്ടിക്കൽ അല്ലാത്ത പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ വേറെ ആയിരിക്കും. ചിലപ്പോ ഡെഡ് ബോഡീസ് കൊണ്ടുപോകുമ്പോൾ വേറെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ആ വോയിസിന് നമുക്ക് സൗണ്ടിന് വ്യത്യാസം വരുത്താൻ പറ്റും. അത് ഇന്ന് ആംബുലൻസിലെ ഓപ്പറേറ്റർക്ക് തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുള്ള ഇലക്ട്രോണിക് സൈറൻസ് ആണ്. പിന്നെ അതുകൂടാതെ പറയുന്നുണ്ട് attract more attention to themselves. ഇതിപ്പോ ആളുകൾക്ക് ആ കൂടുതൽ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയാ. സ്പെഷ്യലി when advancing through an intersection or in a heavy traffic. ഒരു ജംഗ്ഷനിലൂടെയോ അല്ലെങ്കിൽ ഒരു ഹെവി ട്രാഫിക്കിലൂടെയൊക്കെ ആംബുലൻസ് കടന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ആ സൗണ്ടില് മോഡുലേഷൻ വരും. ഓട്ടോമാറ്റിക് ആയിട്ട് നോയിസ് ചേഞ്ച് ചെയ്യും. ഭയങ്കര ഹെവി ട്രാഫിക്കിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആ വോയിസിന് വ്യത്യാസം വരാം. അങ്ങനെയുള്ള ഇതും ഇന്നത്തെ ആ ടെക്നോളജിയുടെ അനുസരിച്ച് ആംബുലൻസിൽ അവിടെ സൈറനുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. A new development is the use of RDS. അടുത്തതാണ് RDSന്റെ ഉപയോഗം. റേഡിയോ ഡേറ്റ സിസ്റ്റം. ഇത് വേറെ ഒന്നുള്ള RDS എന്താ? കമ്മ്യൂണിക്കേഷന് വേണ്ടി തന്നെയുള്ള കേട്ടോ. RDS സിസ്റ്റം കണക്ട് ചെയ്തിട്ടുള്ള ആംബുലൻസുകൾ ഉണ്ട്. RDS സിസ്റ്റം യൂസ് ചെയ്യുന്ന ആംബുലൻസുകൾ ഉണ്ട് ഇപ്പോ. അതിനാണ് RDS എന്ന് പറഞ്ഞാൽ റേഡിയോ ഡേറ്റ സിസ്റ്റം. നമ്മുടെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്തോടെ. RDS റേഡിയോ ഡേറ്റ സിസ്റ്റം. അപ്പൊ റേഡിയോ ഡേറ്റ സിസ്റ്റം യൂസ് ചെയ്യുന്ന ആംബുലൻസുകളിലും ഉണ്ട്. അതേ ആംബുലൻസിൽ ഇത് RDS സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് കേട്ടോ. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് RDS. ഇനി അടുത്തത് the ambulance is equipped with a short range of FM transmitter. FM transmitter സജ്ജീകരിച്ചിട്ടുണ്ട് ആംബുലൻസില്, which formulate the radio of all cars within a range. അതായത് ആ റേഞ്ചിനുള്ളിലുള്ള എല്ലാ മെസ്സേജും പാസ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ചെറിയൊരു ട്രാൻസ്മിറ്റർ ആംബുലൻസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ റേഞ്ച് ആംബുലൻസ് നിൽക്കുന്ന ആ ഒരു അതിന്റെ ആ റേഞ്ചിലുള്ള ആ പർട്ടിക്കുലർ റേഞ്ചിലുള്ള കാര്യങ്ങൾ പാസ് ചെയ്യാൻ, മെസ്സേജുകൾ റേഞ്ചിന്റെ ഉള്ളിലുള്ള മെസ്സേജുകൾ പാസ് ചെയ്യാനായിട്ട് ഈ ആംബുലൻസിൽ FM ട്രാൻസ്മിറ്ററും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഓഡിബിൾ വാർണിംഗ് എന്ന് പറയുന്നത്. ആദ്യം എന്തായിരുന്നു എന്നാ പറഞ്ഞേ? ആദ്യം മെക്കാനിക്കൽ ബെല്ലുകളായിരുന്നു. അത് ആംബുലൻസിന്റെ ഫ്രണ്ടില് ആ റൂഫില് മുകളിലായിട്ട് മെക്കാനിക്കൽ ബെല്ലുകളായിരുന്നു. ഇപ്പോ അതിന് പകരം ഇലക്ട്രോണിക് സൈറനുകളായി. അതിന് എന്താ ഒരു പ്രത്യേകത? അത് ആംബുലൻസിലെ ഓപ്പറേറ്ററിന് തന്നെ എമർജൻസി അനുസരിച്ച് ഏത് കണ്ടീഷനാണോ അതനുസരിച്ച് ആ നോയിസ് വ്യത്യാസം വരുത്താൻ പറ്റും. അവർക്ക് തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ആ രീതിയിലുള്ള ഇലക്ട്രോണിക് സൈറൻസ് ആണ്. പിന്നെ അതുപോലെ ഒരു ജംഗ്ഷനിലൂടെ ഹെവി ട്രാഫിക്കിലൂടെയൊക്കെ ആംബുലൻസ് കടന്നു പോകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ വോയിസിൽ മോഡിഫിക്കേഷൻ വരുത്തുന്ന രീതിയിലുള്ള സൈറനുകളും അതൊക്കെ ആംബുലൻസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് RDS സിസ്റ്റം ഉപയോഗിക്കുന്ന ആംബുലൻസ് ഉണ്ട്. അത് യൂസ് ചെയ്യുന്ന ആംബുലൻസ് ഉണ്ട്. ഏതാ? കമ്മ്യൂണിക്കേഷൻ പർപ്പസ് തന്നെയാണ് RDS റേഡിയോ ഡേറ്റ സിസ്റ്റം. ഇനി പിന്നെ ആംബുലൻസില് ചെറിയൊരു FM ട്രാൻസ്മിറ്റർ ഉണ്ട്. അതെന്താ? FM ട്രാൻസ്മിറ്റർ എന്താ ചെയ്യുന്നത്? ആ ഒരു റേഞ്ചില് പർട്ടിക്കുലർ റേഞ്ചിനുള്ളിലുള്ള മെസ്സേജുകൾ പാസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള FM ട്രാൻസ്മിറ്ററുകളും ആംബുലൻസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അത്രയും ഫസ്റ്റ് ഹിയറബിൾ വാർണിംഗ്, മെക്കാനിക്കൽ ബെല്ല് അത് നോക്കുക. പിന്നെ ഇപ്പൊ മെക്കാനിക്കൽ ബെല്ലുകൾക്ക് പകരം ഏതായിരുന്നുള്ള ഇലക്ട്രോണിക് സൈറനുകളാണ്. ഇനി അടുത്തതാണ് കോസ്റ്റ്. നമുക്ക് ആംബുലൻസിനെ നമുക്ക് കോസ്റ്റ് അനുസരിച്ച് നമുക്ക് 4 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. കോസ്റ്റ് അനുസരിച്ച് ആംബുലൻസിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആംബുലൻസ് മേടിക്കുന്ന വിലയല്ല കേട്ടോ. അതല്ല കോസ്റ്റ് എന്ന് പറയുന്നത്. ആംബുലൻസ് നൽകുന്ന സർവീസുകളില്ലേ അതിന്റെ കോസ്റ്റ് അനുസരിച്ച് നമുക്ക് ആംബുലൻസിനെ നമുക്ക് എത്രയാ 4 ആക്കി തിരിക്കാം. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്, പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്,
ചാരിറ്റി ഫണ്ടഡ് സർവീസ്, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. 4 രീതിയിൽ കോസ്റ്റ് അനുസരിച്ച് ആംബുലൻസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അത് ചിലപ്പോൾ കിലോമീറ്റർ അനുസരിച്ചൊക്കെ ആയിരിക്കും. ഇത്ര കിലോമീറ്ററിന് ഇത്ര ഇത് റേറ്റ് എന്നുള്ള രീതിയിലാണ്. സർവീസ് അവര് നൽകുന്ന സർവീസ് അതിനനുസരിച്ച് നമുക്ക് ആംബുലൻസിന് കോസ്റ്റ് ഉണ്ട്. നോക്കിയേ, ആംബുലൻസ് റൈഡ് കോസ്റ്റ് ക്യാൻ ബി പെയ്ഡ് ഫ്രം സെവറൽ സോഴ്സസ്. ഈ ആംബുലൻസിന്റെ റൈഡ് കോസ്റ്റ് നമ്മൾ പല സോഴ്സിൽ നിന്നാണ് പേ ചെയ്യുന്നത്. ആൻഡ് ദിസ് വിൽ റിലേറ്റ് ദ ലോക്കൽ സിറ്റുവേഷൻ ഓർ കൈൻഡ് ഓഫ് സർവീസ് ബീയിങ് പ്രൊവൈഡഡ്. നമ്മുടെ ലോക്കൽ സിറ്റുവേഷൻ എങ്ങനെയാണ്, നമുക്ക് തരുന്ന സർവീസ്, കൈൻഡ് ഓഫ് സർവീസ് ബീയിങ് പ്രൊവൈഡ്, അതനുസരിച്ച് ആംബുലൻസിന് കോസ്റ്റ്, റൈഡ് കോസ്റ്റ് വ്യത്യാസപ്പെട്ടിരിക്കും. റൈഡ് കോസ്റ്റ് ആട്ടോ, അല്ലാതെ ആംബുലൻസ് മേടിക്കുന്ന കോസ്റ്റ് അല്ല കേട്ടോ. ആംബുലൻസ് ഒരു പുതിയൊരു ആംബുലൻസ് മേടിക്കുന്ന കോസ്റ്റ് അല്ല, റൈഡ് കോസ്റ്റ് ആണ്. അത് ലോക്കൽ സിറ്റുവേഷൻ, കൈൻഡ് ഓഫ് സർവീസുകൾ അതിനനുസരിച്ച് റൈഡ് കോസ്റ്റിൽ വ്യത്യാസപ്പെട്ടിരിക്കും. ആരാണ് അത്, ആരുടെ ആംബുലൻസ് ആണ്, അല്ലെങ്കിൽ ആര് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, അതിനനുസരിച്ച് കോസ്റ്റിൽ വ്യത്യാസപ്പെട്ടിരിക്കും. അതിന്റെ ഫസ്റ്റ് ആണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്, the full or the majority part of the ഓക്കെ ഡിപ്പെൻഡ് ചെയ്യുക, റിലേ ചെയ്യുക, അതിനനുസരിച്ചെന്നുള്ള മീനിങ് ആട്ടോ റിലേ. ഡിപ്പെൻഡിങ് അപ്പോ ഡിപ്പെൻഡ് എന്നാണ് ടെക്സ്റ്റിൽ അല്ലെ. ഡിപ്പെൻഡ് എന്ന് വെച്ചാൽ റിലേ, ഡിപ്പെൻഡിങ് അപ്പോൺ എന്നാണ് റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതനുസരിച്ച് ലോക്കൽ സിറ്റുവേഷൻ, പലതരത്തിലുള്ള സർവീസുകൾ അവർ നൽകുന്ന സർവീസ് അതിനെയൊക്കെ അനുസരിച്ച് ആംബുലൻസിൽ റൈഡ് കോസ്റ്റ് വ്യത്യാസപ്പെട്ടിരിക്കും. അതിലെ ഫസ്റ്റത്തെ ആണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. The full or the majority part of the cost of the transport by ambulance is borne by local, regional or national government through their ordinary taxation. ഇപ്പൊ നമ്മൾ എവിടെയാണ്, നമ്മളിപ്പോ മുനിസിപ്പാലിറ്റിയിൽ ഉള്ള ആളാണ്, അല്ലെങ്കിൽ പഞ്ചായത്തിലുള്ള ആളാണ്. അപ്പൊ നമ്മൾ എവിടെയാണ് നമ്മൾ താമസിക്കുന്നത്, അവിടെ നമ്മുടെ പഞ്ചായത്തിലുള്ള ഒരാള് അയാള് മരിച്ചു കഴിഞ്ഞാല് എന്താ, നമ്മൾ അവിടെ മെമ്പറിനെ വിവരം അറിയിക്കൂലേ, ഇന്ന് വീട്ടിൽ മരണം നടന്നിട്ടുണ്ടെന്ന് നമ്മുടെ പഞ്ചായത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന മെമ്പറിനോട് നമ്മൾ കാര്യം പറയും. അപ്പൊ എന്താണ്, ആ മെമ്പർ വിളിച്ചു പറഞ്ഞിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള ഒരു ലോക്കൽ നമുക്ക് എന്താ ഒരു ആംബുലൻസ് ഉണ്ടാവും. അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, അവര് ആ ഒരു കെയർ ഓഫില് അല്ലെങ്കിൽ അവര് പറഞ്ഞിട്ട് നമുക്ക് ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും നമ്മുടെ കൗൺസിലർ നമ്മൾ അറിയിക്കും ഇന്ന വീട്ടിൽ മരണം നടന്നു, അവര് മുഖാന്തരം നമുക്ക് ചിലപ്പോ അങ്ങനെ ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യാം. ഇതാണ് നമ്മളൊരു മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത് ഇവർക്കിടെയൊക്കെ കീഴിൽ വരുന്ന ആംബുലൻസ് സർവീസ് ആണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഓൾറെഡി നമ്മുടെ ടാക്സുകളായിട്ട് നമ്മൾ ഗവൺമെന്റിലേക്കൊക്കെ പൈസയൊക്കെ അടയ്ക്കുന്നില്ലേ ടാക്സിന്റെ രീതിയിൽ. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ എന്താണ്, അപ്പൊ അവരുടെ നൽകുന്ന അവര് പറയുന്ന പേര് വെച്ച് വളരെ കുറച്ചായിരിക്കും. അതാണ് എമൗണ്ട്, ചെറിയൊരു എമൗണ്ട് മാത്രമേ വരുള്ളൂ. പ്രൈവറ്റ് ഒരു ആംബുലൻസ് വിളിക്കുന്നതിന് അത്രയും രൂപ അവിടെ വരൂല. അവിടെ ഒരു എന്താണ്, നമുക്ക് അതിന് അവര് ഈടാക്കുന്ന ചാർജ് വളരെ കുറവായിരിക്കും. ചെറിയൊരു ഫീസിൽ നമുക്ക് ആംബുലൻസ് സർവീസ് തരും. ഈ പഞ്ചായത്തിന്റെയോ മുനിസിപ്പാലിറ്റിന്റെയോ അതിന്റെയൊക്കെ കീഴിൽ വരുന്ന ആംബുലൻസ് ആണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. ബോൺ ബൈ ലോക്കൽ, റീജിയണൽ ഓർ നാഷണൽ ഗവൺമെന്റ് ആണ് അത് ആ ട്രാൻസ്പോർട്ടിന്റെ കോസ്റ്റ് എന്ത് ചെയ്യുന്നത്, അവര് വഹിക്കുന്നത്. ബാക്കി അത് നമ്മള് ഗവൺമെന്റ് എങ്ങനെ ത്രൂ ദെയർ ഓർഡിനറി ടാക്സേഷൻ, നമ്മൾ ടാക്സുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഗവൺമെന്റിന് കുറച്ച് പൈസകൾ നമ്മുടെ ഇത് ഈടാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഗവൺമെന്റ് നൽകുന്ന ഒരു സർവീസ് ഇതുപോലെ. അപ്പൊ നമ്മളൊരു ചെറിയൊരു ഇത് അടച്ചാൽ മതി, പൈസ നമ്മൾ ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് ആ സർവീസ് തരും. ഓക്കെ, അതാണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത്, ഒരു സെന്റൻസേ ഉള്ളൂ, ആ സെന്റൻസ് തന്നെ അണ്ടർലൈൻ ചെയ്തിട്ട് അത് ഏത് ഇതിൽ വന്യാന്ന് ചോദിക്കാം കേട്ടോ. The full or the majority part of the cost of the transport ambulance is borne by the local, regional or national government. ഇത് ഏതിനകത്ത് വരുന്നതാണ്, ഏത് സർവീസിൽ വരുന്നതാണ്, ഗവൺമെന്റ് ഫണ്ടഡിലാണോ, പ്രൈവറ്റ്ലി ഫണ്ടഡിലാണോ, ചാരിറ്റി ഫണ്ടഡിലാണോ, ഹോസ്പിറ്റൽ ഫണ്ടഡിലാണോ വരുന്നത്. ക്ലിയർ ആയില്ലേ? അത്
ഒന്നാമത്തെ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്താ? ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ ഗവൺമെന്റിലേക്ക് കുറച്ച് ടാക്സ് ഒക്കെ ആയിട്ട് പൈസ അടയ്ക്കുന്നതുകൊണ്ട് ഗവൺമെന്റ് കുത്തിക്കൊന്നൊന്നും നമ്മുടെ കയ്യിൽ വാങ്ങൂല. എന്താണ്, അതിനൊരു ചെറിയൊരു എമൗണ്ട് കൊടുത്ത് നമുക്ക് അവര് ആ സർവീസ് തരും. അണ്ടർ ദ ഗവൺമെന്റ്, ഓക്കെ, ലോക്കൽ, റീജിയണൽ ഓർ നാഷണൽ ഗവൺമെന്റ്, അതിന്റെ കീഴിൽ അവരാണ് അതിന്റെ പോസ്റ്റ് എന്ത് ചെയ്യുന്നത്, വഹിക്കുന്നത്. ഫുൾ ഓർ ദ മെജോറിറ്റി, ഈ മെജോറിറ്റി ഭാഗവും ഗവൺമെന്റ് ആണ് എടുക്കുന്നത്. നമ്മൾ ചെറിയ ഒരു ഇത് ചിലപ്പോ ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ മതിയാവും. രണ്ടാമത്തെയാണ് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്. പ്രൈവറ്റ് പാർട്ടികൾ നടത്തുന്നത്. കോസ്റ്റ് ഓഫ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഷുഡ് ബൈ ദംസെൽവ്സ്. നമ്മൾ തന്നെ അടയ്ക്കണ്ടേ ആ ഫീസ്? ഇപ്പൊ ഒരു പ്രൈവറ്റ് ആംബുലൻസ് നമ്മൾ വിളിക്കുകയാണെങ്കിൽ അതിന്റെ സർവീസ് ഫീസ് നമ്മൾ തന്നെ കൊടുക്കണം. ഓൺ ബൈ ദംസെൽവ്സ് ഓർ അല്ലെങ്കിൽ ത്രൂ ദെയർ ഇൻഷുറൻസ് കമ്പനി. നമുക്ക് വല്ല ഇൻഷുറൻസ് ഒക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് എടുക്കേണ്ട, ഇൻഷുറൻസ് കമ്പനികൾ അത് അഫോർഡ് ചെയ്തോളും. എന്തായാലും പ്രൈവറ്റ് ആണ്, പ്രൈവറ്റ് വ്യക്തികളുടെയാണ്. അപ്പൊ അതിന്റെ ആ ചാർജ്, ട്രാൻസ്പോർട്ട് വേറെ ഗവൺമെന്റ് ഒന്നും എടുക്കൊന്നുമില്ല അല്ലെ, അതിന്റെ ചാർജ് നമ്മൾ തന്നെ വഹിക്കണം. ഇനി നമുക്ക് ഇൻഷുറൻസോ വല്ല കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഇൻഷുറൻസ് കമ്പനികള് ആ പേയ്മെന്റ് അവരത് അഫോർഡ് ചെയ്തോളും. ഓക്കെ, privately funded. Cost of the ambulance. In which of the following ambulance service the cost of the ambulance transport should by themselves, should be by themselves or through their insurance company? ഏതിൽ വരുന്ന privately funded service. Okay, ക്ലിയർ ആണ് രണ്ടാമത്തെ? അപ്പൊ അതിന് പേയ്മെന്റ് ഉണ്ടാകും. അവർ ഇത്ര രൂപ എന്ന് പറയും, ആ പൈസ നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് ഇൻഷുറൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ കാശ് എടുത്ത് കൊടുക്കണ്ട, ഇൻഷുറൻസ് കമ്പനികൾ ആ പേയ്മെന്റ് അഫോർഡ് ചെയ്തോളും. അപ്പൊ നമ്മൾ അത് ഗവൺമെന്റ് ഫണ്ടഡിനെ വെച്ച് നോക്കുമ്പോ ഇത് കൂടുതലായിരിക്കോ കുറവായിരിക്കോ ചാർജ്? പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസിന് ചാർജ് എങ്ങനെയാ? ഫീസ് കൂടുതലാണ് അല്ലെ? പ്രൈവറ്റ് ആകുമ്പോ ഫീസ് കൂടുതൽ തന്നെയാണ്. ഇനി കൂടുതലാണ്. ഇനി മൂന്നാമത്തെയാണ് ചാരിറ്റി ഫണ്ടഡ് സർവീസ്. അപ്പൊ അത് ആര് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും? ആംബുലൻസ് ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? ചാരിറ്റി ഫണ്ടഡ് സർവീസ് ആരാണ്? ചാരിറ്റികള് അല്ലേ? പേരിലുണ്ടല്ലോ, താമസാലെ. ചാരിറ്റി ഫണ്ടഡ് സർവീസ് എന്ന് പറഞ്ഞാൽ ചാരിറ്റി ആണ്, ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആംബുലൻസ് ആണ്. ഒത്തിരി ചാരിറ്റബിൾ ട്രസ്റ്റുകളൊക്കെ ഇല്ലേ, അവർക്കുടെ കീഴിലുള്ള ആംബുലൻസ് ആണ്. The transport by ambulance may be given free of charge to patient by a charity. ഫ്രീ ആയിട്ടാണ്, പൈസ ഒന്നും കൊടുക്കണ്ട, നമുക്കൊരു സേവനമാണ്. ആ ചാരിറ്റി നൽകുന്ന ഒരു സർവീസ്, ഒരു സേവനമാണ്, നമുക്ക് പേയ്മെന്റ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ അടുത്തൊക്കെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചാരിറ്റിയിൽ അങ്ങനെ പറയുകയാണെങ്കിൽ അവര് ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യും. അത് ഫ്രീ ആണ്. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടാ. ട്രാൻസ്പോർട്ട് by ambulance may given free of charge to patient. നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഇത്. ഇനിയിപ്പോ അത് ബൈഹാർട്ടൊന്നും ചെയ്യണ്ട, ആ സെന്റൻസ് ഓരോന്ന് എന്താണ് സംഭവം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫ്രീ ആയിട്ട് തരുന്ന ആരാ? ചാരിറ്റിയാണ്. ചാരിറ്റിയുടെ കീഴിലുള്ള ആംബുലൻസുകള് അവര് ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഇതിനകത്ത് നമുക്കൊരു അക്ഷരം വരികയാണെങ്കിൽ അവര് ആംബുലൻസ് ഫ്രീ ആയിട്ട്, ഫ്രീ ഓഫ് ചാർജ് ടു പേഷ്യന്റ് ബൈ ചാരിറ്റി. Although contribution may be sought for the service received. അപ്പൊ ഉണ്ടല്ലോ നമുക്ക് ഫ്രീ ആയിട്ടല്ല അവര് ആംബുലൻസ് സർവീസ് തരുന്നേ. അപ്പൊ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് കൊടുക്കാം. ചാരിറ്റിക്ക് കൊടുക്കാറുണ്ടോ? നിങ്ങൾ ചാരിറ്റിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭാവനകൾ കൊടുക്കാറുണ്ടോ? അവരൊത്തിരി സർവീസുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ അല്ലെ? അപ്പൊ ഇപ്പൊ ഇങ്ങനെ നമുക്ക് വീട്ടിലേക്ക് നമുക്ക് ഇത് ആംബുലൻസ് ഫ്രീ ആയിട്ട് തരികയാണെങ്കിൽ നമുക്കുണ്ടല്ലോ, ഇനിയിപ്പോ ആ പേഷ്യന്റ് പൈസ ഇതാണ്, അപ്പാപ്പനാണ്, അപ്പൊ അപ്പാപ്പന് നടക്കാൻ പറ്റില്ലായിരുന്നോ, അപ്പൊ നമ്മളൊരു വീൽ ചെയറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി മേടിച്ചു, അതിനി വേറൊരു പേഷ്യന്റിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് അതിനൊരു കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റൂലേ? ആ ചാരിറ്റിക്ക് നമുക്ക് സംഭാവനയായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ആ പേഷ്യന്റ് ഉപയോഗിച്ച വാട്ടർ ബെഡ്, അതിനിപ്പോ അയാൾ മരിച്ചു, ഇനിയിപ്പോ അത് ആവശ്യമില്ല, നമുക്ക് ആവശ്യമില്ല, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചാരിറ്റിക്ക് അത് കൊടുക്കാം, ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കാം. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് ഇതും വേണ്ട, നമുക്കും ഒരു സന്തോഷം അല്ലെ? അവര് ആ ഫ്രീ ആയിട്ട് നമുക്ക് സർവീസ് തരുമ്പോൾ ആ ചാരിറ്റിക്ക് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സംഭാവനകൾ കൊടുക്കാം. അപ്പൊ അവരത് സ്വീകരിക്കും. ഓക്കെ ആണോ അത്? ഓക്കെ.
ഫുഡ് കൊണ്ട് കൊടുക്കാറുണ്ട് അല്ലേ? കൊടുക്കാറുണ്ട്. ഇപ്പൊ മാരേജോ അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ കഴിയുമ്പോൾ അതൊക്കെ ആണെങ്കിലും നമുക്ക് അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. വെച്ചാൽ നമുക്ക് ഒരുപാട് ഭക്ഷണമൊക്കെ വേസ്റ്റ് വരുമ്പോൾ നമുക്ക് ബർത്ത്ഡേ ഓക്കെ, അത് നല്ല കാര്യമാണ്. നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് ചാരിറ്റിക്ക് എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾ അവിടെ ആരില്ലാതെ അല്ലെ അങ്ങനെ ഇത് കഴിയുന്നവരുണ്ടാവും. അപ്പൊ നമുക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലും ഇതുപോലെ വിശേഷങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടേതായ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാം. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്നൊക്കെ വാങ്ങുന്നത് കൊണ്ടല്ലേ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത്. എത്രയോ ആളുകളുണ്ട് അല്ലെ ഒരു ചാരിറ്റിയിലൊക്കെ ഇതിനകത്തൊക്കെ കഴിയുന്നവര് അന്നേയും അവരൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് കൊടുക്കാറുണ്ട് എല്ലാവരും. എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടില് ഡ്രസ്സുകളുണ്ട്. ഡ്രസ്സ് ഞാനത് പറയാൻ വന്നപ്പോ ജിജി അത് മെസ്സേജ് ഇട്ടു. മിക്കവാറും ഒക്കെ വരാറുണ്ടേ നമ്മൾ പഴയ ഡ്രസ്സ്. ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ കൊടുക്കാറുണ്ട്. പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. ഓക്കെ പൊതിച്ചോറും നമ്മുടെ വീട്ടില് കൊടുക്കാറുണ്ട്, പറയാറുണ്ടല്ലോ. അപ്പൊ ഇതുപോലെ നമ്മുടെ മക്കളൊക്കെ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നീടോ അല്ലേ ഡ്രസ്സുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. പണ്ടത്തെ പോലെ ഒരെണ്ണം രണ്ടെണ്ണം ഒന്നുമല്ല. പണ്ടൊക്കെ ഉള്ള പിള്ളേരൊക്കെ ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ അത് മുഷ്ടി മാറും, അലക്കി ഇടുമ്പോഴാ അടുത്തത് അങ്ങനെയുള്ളൂ അല്ലേ. അത് ചിലപ്പോ അത് തന്നെ അലക്കി ഉണക്കി ഇടണ്ട അങ്ങനെയൊക്കെ നമ്മുടെ അച്ചാച്ചനും ഒക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ നിങ്ങള്? ഇപ്പൊ നമ്മുടെ മക്കൾക്ക് ഒരു അലമാരി നിറച്ച് അവർക്ക് സ്വന്തം ഡ്രസ്സാണ് അല്ലെ. ഒരു അലമാരി ആ പിള്ളേർക്ക് തന്നെയാ. അതുപോലെ ഡ്രസ്സുകളുണ്ട്. ഒരു ഫംഗ്ഷൻ ഇട്ടത് അടുത്തതിൽ ഇടൂല. അമ്മ എനിക്ക് വേറെ അടിയാച്ച എനിക്ക് അത് പറ്റില്ല, എനിക്ക് വേറെ മേടിക്കണം. അങ്ങനെ ഒരു ഇഷ്ടംപോലെ ഡ്രസ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ചാരിറ്റിയിലൊക്കെ കഴിയുന്ന പിള്ളേര് ഒരു ഡ്രസ്സ് പോലും ഇടാൻ കൊതിക്കുന്നവരുണ്ടാവും. അപ്പൊ നമ്മള് വെറുതെ അത് വലിച്ചെറിഞ്ഞ് ഇങ്ങനെ കളയാതെ നമുക്കത് എന്താ പറയാ അങ്ങനെ എടുത്ത് വെച്ചേക്കുക. എന്നിട്ട് ചാരിറ്റി ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാം. അവർക്കത് വലിയൊരു കാര്യമായിരിക്കും അല്ലെ. പിള്ളേർക്ക് ഒന്നും ഇല്ലാത്ത പിള്ളേർക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മക്കളോട് പറയാറില്ലേ? ഞാൻ പറയാറുണ്ട് കേട്ടോ. അതും കൂടി അവരറിയണം. ഇപ്പൊ പിള്ളേര് ഒരു സങ്കടങ്ങളോ അല്ലെങ്കിൽ ഒരു ഇതൊന്നും ഇല്ലായ്മകളോ അവരറിയണ്ട ശരിക്കും അല്ലേ. നമ്മളത് അറിയിക്കാറുമില്ല അവരെ. നമ്മൾ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കള് നല്ലോണം ആവണമെന്നാണ്. പക്ഷെ ഒരു പരിധി വരെ അവരത് ഒരു വഷളാകുള്ളൂ. നമ്മൾ ആ കാര്യം കൂടി അറിയണം. ഇപ്പൊ ഭക്ഷണം ഫുഡ് ഉണ്ടാക്കിയാല് അല്ലെ ആ കറി ഞാൻ കൂട്ടൂല, അല്ലെങ്കിൽ അത് എനിക്ക് വേണ്ട, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അത് വേണ്ട ഇത് വേണ്ട, അപ്പത്തേക്കും നമ്മൾ അടുത്ത തരം അവിടെ ഒപ്പിച്ചു കഴിഞ്ഞ് ഞാനത് കഴിക്കൂല എന്ന് പറയുമ്പോ അപ്പൊ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്തവര് എന്തോരം ആളുകളുണ്ട്. പറയാറുണ്ട് നിങ്ങളുടെ മക്കളോടൊക്കെ ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ പറയുന്നോണ്ട് അവരും അതറിയണം. എങ്കിലാണ് നല്ല മക്കളായി വരുള്ളൂ. ഇല്ലായ്മയും ഈ കാര്യങ്ങളൊക്കെ അവരും അറിഞ്ഞു വളരണം. എല്ലാരും അവർക്ക് ഇങ്ങനെ കൊടുക്കുമ്പോ അവർക്കൊരു സങ്കടങ്ങള് ഇപ്പൊ സങ്കടമൊന്നും സഹിക്കാൻ പറ്റില്ല. അവർക്ക് നമ്മളെ പോലെ ഒന്നല്ല. അവർക്കൊന്നും സങ്കടമൊന്നും ഇല്ല എന്നൊരു വഴക്ക് പറയാൻ പാടില്ല. അപ്പത്തേക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഡ്രസ്സ് മേടിക്കണമെന്ന് പറഞ്ഞു പറയും, വഴക്കും പറയണം. നമ്മള് ഒരു ഡ്രസ്സ് മേടിക്കണമെന്ന് നമ്മൾ അപ്പൊ തന്നെ ഏത് രാത്രിയാണെങ്കിലും അപ്പൊ തന്നെ നമ്മളത് മേടിച്ചുകൊണ്ട് കൊടുക്കും. പിന്നെ ഫുഡ് വേണമെന്ന് പറഞ്ഞു അപ്പൊ തന്നെ പുറത്തു പോയി സാധനം മേടിച്ചുകൊണ്ട് കൊടുക്കും. അപ്പൊ അത് എന്താ അപ്പൊ അതും കൂടി നമ്മുടെ ആ കാര്യങ്ങളൊക്കെ കൂടി നമ്മൾ അവരെ ഇടയ്ക്ക് ഇരുത്തി പറയണം. നമ്മൾ വേണ്ട അതിന് അമ്മ അത് വേണ്ട ഞാൻ കഴിക്കില്ല എന്നൊക്കെ ദേഷ്യപ്പെടുമ്പോ നമ്മൾ പറയണം. ഈ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കൊതിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. പട്ടിണി കിടക്കുന്നവർ ഒത്തിരി ഉണ്ടാവും. അപ്പൊ അങ്ങനെ അവര് വെച്ച് നോക്കണം. അത് വെച്ച് നോക്കുമ്പോ നമ്മള് വലിയൊരു ഇത് തന്നെയല്ലേ അല്ലേ. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്ക് എന്താ കുഴപ്പം. അപ്പൊ അതുകൊണ്ട് ഉള്ളത് കൊണ്ട് നമ്മൾ അതുകൂടി അവരെ പറഞ്ഞ് പഠിപ്പിക്കണം. എഡ്യൂക്കേഷൻ സ്കൂളിൽ നിന്ന് ഇത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരെ നല്ലൊരു രീതിയിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ആ ഒരു ഇതുകൂടി നമ്മൾ അവരിലേക്ക് നമ്മൾ എത്തിക്കണം. അമ്മയാണ് കൂടുതൽ അല്ലെ. അമ്മമാരോടല്ലേ കുറച്ചും കൂടി അറ്റാച്ച്മെന്റ് അച്ഛന്മാരെക്കായും മാരേജ് കഴിഞ്ഞവരാട്ടോ അല്ലേ. എപ്പോഴും അമ്മയുടെ അടുത്തായിരിക്കും. അമ്മ അച്ഛനോട് പറയണേ എനിക്ക് അത് മേടിക്കണം ഇത് മേടിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അമ്മേനെ വന്ന് സോപ്പിടും അവര്. അപ്പൊ നമ്മൾ എന്ന് പറയുമ്പോഴേ അച്ഛൻ അത് കേൾക്കാൻ കറക്റ്റ് അല്ലേ. അതെ അച്ഛൻ അത് കേൾക്കാൻ നോക്കിയിരിക്കും. അപ്പൊ തന്നെ ഏത് രാത്രിയാണെങ്കിലും നമ്മൾ ഒരു വിഷമങ്ങളും അവരെ അറിയിക്കണല്ല. 3 ബേബി ഉണ്ടാ ഹസീനയ്ക്ക്. നല്ല രസമാണ് അല്ലെ. നമ്മൾ നോ പറയുമ്പോ പേരൻസ് യെസ് പറയുന്നു. അത് ശരി അവർക്ക് പേരക്കുട്ടീനെ വഴക്ക് പറയുന്നൊന്നും കേൾക്കാൻ പാടില്ല അല്ലെ. പക്ഷെ നമ്മള് വഴക്ക് പറയേണ്ടത് നമ്മൾ വഴക്ക് തന്നെ പറയണം. നല്ല ഇതാവാൻ വേണ്ടിയല്ലേ നമ്മൾ അവരോട് വഴക്ക് പറയുന്നതും കാര്യങ്ങൾ പറയുന്നതും. എല്ലാ കാര്യങ്ങളും എപ്പോഴും കിട്ടുമ്പോ അവരൊരു കുറവും അറിയില്ല. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി അവരറിയണം
എല്ലാരും കിട്ടുമ്പോ ഇതുപോലും കിട്ടാത്ത ഒത്തിരി പേരുണ്ട്. അതും കൂടി മനസ്സിലാക്കണം. വിഷമവും ഇതും ഇല്ലായ്മയും കാര്യങ്ങൾ ഇപ്പൊ ആരെങ്കിലും സമ്മതിക്കോ? അമ്മ ഇന്ന് തന്നെ എനിക്ക് ബാഗ് സ്കൂളില് ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടാവും. ഈ ഇതുപോലെ തന്നെ ഒരു വർഷം ഒരു ബാഗ് മേടിച്ചു. നമ്മളൊക്കെ എത്ര നാൾ ഉപയോഗിക്കാം? ആ ബാഗ് കീറി നമുക്ക് ഒട്ടും ഉപയോഗിക്കാൻ പറ്റാതെ ആകുമ്പോഴായിരിക്കും നമ്മുടെ ആ ഒരു ഇതിനകത്തൊക്കെ നമ്മൾ മേടിക്കുന്നത്. ഇത് എല്ലാ വർഷം പുതിയ ബാഗ്. സ്കൂൾ വന്നു കഴിഞ്ഞാൽ പുതിയ ബാഗ് വേണം. പുതിയ ബാഗ്, പുതിയ പഴയത് ഒരു എല്ലാ സാധനങ്ങളും അല്ലേ? അവര് പഴയത് എടുക്കൂല. കഴിഞ്ഞ വർഷം മോനെ അത് കുഴപ്പമില്ലല്ലോ, ഇത് തന്നെ നമുക്ക് കൊണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കോ? ഒരു പുതിയ വേണമെന്ന് പറയും സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് അല്ലേ? ചെയ്ത് വേണം ഉപയോഗിക്കാൻ. സ്റ്റിച്ച് ചെയ്തൊന്നും കീറിയൊന്നും തുന്നിയൊന്നും ഇടില്ല. പക്ഷെ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. ഞാനിപ്പോ അതേ തീരെ വയ്യാതെ ഇതാവുമ്പോഴാണ്. ഇപ്പൊ മോന് 9-ല്, മോള് 6-ല പഠിക്കുന്ന. കഴിഞ്ഞ കൊല്ലത്തെ ബാഗ് തന്നെയാണ്. മോനെ 8, 9, 2-3 കൊല്ലം. നമുക്കറിയാലോ ഒട്ടും ഉപയോഗിക്കാൻ പറ്റില്ല, ചീത്തയാവെന്ന് പറയുമ്പോ. അപ്പൊ 2-3 വർഷമൊക്കെ നമുക്ക് അതന്നെ നമ്മുടെ വിഷമങ്ങളും നമ്മുടെ കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിയിച്ച് വേണം നമ്മുടെ മക്കളെ വളർത്താൻ. ഓക്കെ, ഇതാണ് നമ്മൾ ചാരിറ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? ചാരിറ്റി ഫണ്ടഡ് സർവീസ്. അപ്പൊ നമ്മള് ചാരിറ്റി നമുക്ക് ആ ആംബുലൻസ് സർവീസ് ഫ്രീ ആയിട്ട് തരുമ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചാരിറ്റിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പേഷ്യന്റ് ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എല്ലാം മരിച്ച പാപ്പാപ്പനൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ തന്നെ വല്ല വീൽ ചെയറോ അല്ലെങ്കിൽ വാട്ടർ ബെഡോ അതൊക്കെ ഇനിയിപ്പോ ആവശ്യമില്ലല്ലോ. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ചാരിറ്റിക്കായിട്ട് അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ എന്ന നിലയിൽ കൊടുക്കാം. ഓക്കെ, ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. ചില ചോദിക്കും ഇതിനകത്ത് വരുന്നയാന്ന് ചോദിക്കും കേട്ടോ. ഇനി അടുത്തതാണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. Hospital funded service. Hospital may provide the ambulance transport free of charge on the condition that the patient use the hospital service. ഇനി അടുത്താണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. അപ്പൊ ആരുടെ കീഴിൽ വരുന്നതാ? ഹോസ്പിറ്റലിന്റെ കീഴിൽ വരുന്ന എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ടല്ലേ അവർക്ക് ആംബുലൻസ് ഉണ്ട്. ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഹോസ്പിറ്റൽ മേ പ്രൊവൈഡ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് free of charge on the condition that the patient use the hospital service. എന്താ പേഷ്യന്റ് ഇപ്പൊ നമ്മള് പേഷ്യന്റ് 2 ആഴ്ചയായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കായിരുന്നു. ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോഴാണ് ആ പേഷ്യന്റ് മരിച്ചത്. അപ്പോ എന്താണ് ആ ഹോസ്പിറ്റലുകാര് ഫ്രീ ആയിട്ട് ഡെഡ് ബോഡി വീട്ടിലെത്തിക്കും. എന്താ അവർക്ക് ഫ്രീ ആയിട്ട് ഇപ്പൊ ആ ബോഡി വീട്ടിലെത്തിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് നഷ്ടമുണ്ടോ? ഹോസ്പിറ്റലിന് നഷ്ടമുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്താണ് നഷ്ടമില്ലാതെ? അത്രയും ദിവസം ആ പേഷ്യന്റ് അവിടെ കിടന്നപ്പോ നല്ലൊരു എമൗണ്ട് ആ പേഷ്യന്റ് അതിന് മേടിച്ചിട്ടുണ്ടാവില്ലേ? ഓൾറെഡി ക്യാഷ് വാങ്ങിയിട്ടുണ്ട് അവര്. പല ബില്ലായിട്ട് നമ്മളിത് എല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്ത് വരുമ്പോ ബില്ല് വരുമ്പോ നല്ലൊരു എമൗണ്ട് ഹോസ്പിറ്റലിൽ നമ്മുടെ അതിന് ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എന്താ മരിച്ചു കഴിയുമ്പോ ജസ്റ്റ് ഒരു സർവീസ് ആണെന്ന് പറയുകയും ചെയ്യാം. ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡെഡ് ബോഡി എത്തിച്ചു തരും. അതാണ്. But on the condition that the patient use the hospital service. Patient ആ ഹോസ്പിറ്റൽ സർവീസ് ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു കണ്ടീഷന്റെ ബേസിൽ അത്രയും ദിവസം ആ പേഷ്യന്റ് അവിടെ കിടന്നു ഹോസ്പിറ്റലിൽ കിടന്നതാണ്. അപ്പൊ അതിന്റെ ബേസിൽ ഫ്രീ ആയിട്ട് ആംബുലൻസിൽ ഡെഡ് ബോഡി വീട്ടിലെത്തിക്കും. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്തോ? ഹോസ്പിറ്റൽ may provide the ambulance transport free of charge. എന്തിന്റെ ബേസിലാണ് ഫ്രീ ആയിട്ട് തരുന്നേ? ഓൺ ദ കണ്ടീഷൻ ദാറ്റ് ദ പേഷ്യന്റ് യൂസ് ദ ഹോസ്പിറ്റൽ സർവീസസ്. പേഷ്യന്റ് ഹോസ്പിറ്റൽ സർവീസ് ഉപയോഗിക്കുന്നുണ്ട് എന്ന കണ്ടീഷൻ, എന്ന വ്യവസ്ഥയിൽ എന്ത് ചെയ്യുന്നു? മരിച്ച ആളുടെ ബോഡി വീട്ടിലേക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചു തരും. 4 ക്ലിയർ അല്ലേ? ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കീഴിൽ വരുന്നതാണ്. ഒരു ചെറിയ പേയ്മെന്റ് കൊടുത്താൽ മതി. പ്രൈവറ്റ് ഫണ്ടഡ് ആകുമ്പോൾ നമ്മൾ തന്നെ ഫുള്ള് പേയ്മെന്റ് അടയ്ക്കണം. ഇനി നമുക്ക് ഇൻഷുറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ ആ പേയ്മെന്റ് അഫോർഡ് ചെയ്തോളും. ഇനി ചാരിറ്റി ഫണ്ടഡ് എന്ന് പറഞ്ഞാൽ ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആംബുലൻസ് ആണ്. അപ്പൊ നമുക്ക് ഫ്രീ ആണ്, ചാരിറ്റി ഫ്രീ ആയിട്ട് തരുന്നതാണ്. പക്ഷെ നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചാരിറ്റിക്ക് നമുക്ക് കൊടുക്കാം. ഇനി ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആംബുലൻസ്. അതായത് അത്രയും ദിവസം ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പൊ ഓൾറെഡി കുറച്ച് പൈസ ആ പേഷ്യന്റ് അതിന് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്. ഇനി മരിച്ചു കഴിയുമ്പോൾ അപ്പൊ അതിന്റെ ബേസിൽ ആ ഒരു കണ്ടീഷന്റെ ബേസിൽ എന്ത് ചെയ്യുന്നു? ഫ്രീ ആയിട്ട് ഡെഡ് ബോഡി വീട്ടിലേക്ക് എത്തിച്ചു തരും.
ഓക്കെ, 4 അണ്ടർലൈൻ ചെയ്തിട്ട് ഒരേ ഒരു സെന്റൻസ് വീതം ഉള്ളൂ. 4ലും ആ സെന്റൻസ് തന്നെ നോക്കി വെക്കുക. എന്നിട്ട് ഏത് ഫണ്ടഡ് സർവീസിൽ വരുന്നതാണ് എന്ന് ചോദിക്കാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫണ്ടഡ് സർവീസ് അല്ലെങ്കിൽ കോസ്റ്റ് അനുസരിച്ച് നമ്മൾ ഏത് ഇതിനകത്ത് വരുന്നതാണ് എന്ന് ചോദിക്കാം. 4 നോട്ട് ചെയ്തിടുക. ഇനി നമ്മൾ ആംബുലൻസിൽ വിളിക്കുന്ന നമ്പർ എത്രയാ? എത്ര നമ്പറിലേക്കാണ് വിളിക്കുന്നത് നമ്മള്? 108 അല്ലെ? 108 എന്ന നമ്പറിലാണ് നമ്മൾ എമർജൻസി സർവീസ് ആണ് കേട്ടോ. 108 എമർജൻസി സർവീസ്. ഹൗ ഇറ്റ് വർക്ക്? എങ്ങനെയാന്ന് നോക്കിയേ. When an emergency is intimated through 108. അണ്ടർലൈൻ ചെയ്തോ? നമ്മൾ എമർജൻസി വിളിച്ചറിയിക്കുന്നത് 108. ആംബുലൻസ് സർവീസ് ആവശ്യപ്പെട്ട് നമ്മൾ വിളിക്കുന്നത് 108 എന്ന നമ്പറിലേക്കാണ്. The caller connect the needs basic information and സെൻഡ് ചെയ്യുക, അയക്കുക. ഓപ്റ്റ് സർവീസസ്, അപ്രോപ്രിയേറ്റ് സർവീസുകൾ. നമുക്ക് എന്താ പറയാ, കോളർ എമർജൻസി വിളിക്കുന്ന ആളില് കോളർ കളക്ട് ദ നീഡഡ് ബേസിക് ഇൻഫർമേഷൻ. ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ അറിയിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ആംബുലൻസ് ആ ഡ്രൈവർ ഇപ്പൊ നമ്മൾ വിളിച്ച് സർവീസ് ആവശ്യപ്പെടുമ്പോൾ, എമർജൻസി ആവശ്യപ്പെടുമ്പോൾ അവരും കുറച്ച് കാര്യങ്ങൾ നോക്കണം. പ്രൈമറി ഇൻഫർമേഷൻ ഇൻക്ലൂഡഡ്. പ്രൈമറി പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഒരു ആംബുലൻസ് സർവീസ് നമ്മൾ വിളിക്കുമ്പോൾ, ഒരു എമർജൻസി വിളിച്ചറിയിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഈ പറയുന്ന ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ വെറുതെ വിളിച്ചു പറയല്ല. നമ്മൾ ഒരു എമർജൻസി വിളിച്ചു പറയുമ്പോൾ ഈ ഇൻഫർമേഷൻസ് നമ്മൾ അറിയിക്കണം. ഒരു ആംബുലൻസ് സർവീസ് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കുമ്പോൾ കോളർ നമ്മൾ അറിയിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, വേർ ദ കോൾ ഈസ് പ്ലേസ്ഡ് ഫ്രം. എവിടെ നിന്നാണ് കോള് വിളിക്കുന്നത് അത് പറയണ്ടേ? അല്ലെങ്കിൽ ആംബുലൻസ് എങ്ങോട്ടാ വിളിച്ചെത്തും? Where the call is placed from. എവിടുന്ന കോള് വിളിക്കണേ? ഏത് സ്ഥലത്താ? ഡിസ്ട്രിക്ട്, താലൂക്ക്, സിറ്റി, ടൗൺ ഓർ എക്സാക്ട് ലൊക്കേഷൻ, ലാൻഡ്മാർക്ക്. ഇതടക്കം നമ്മള് എവിടെ നിന്നാണ് കോള് വിളിക്കുന്നത് എന്ന് പറയണം. ഓക്കെ, നമ്മളപ്പോ കോളറ്, നമ്മൾ ആംബുലൻസ് സർവീസ് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കുന്ന കോളറ് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് പറയേണ്ടത്? അതാണ് ആ പോയിന്റ്സ്. 4 പോയിന്റ്സും നോട്ട് ചെയ്യാം. ഒന്നാമത്തെ എന്താണ്? കോൾ ഈസ് പ്ലേസ്ഡ് ഫ്രം. എവിടെ നിന്നാണ് ഈ കോള് വിളിക്കുന്നത്? കോൾ ഈസ് പ്ലേസ്ഡ് ഫ്രം ഡിസ്ട്രിക്ട്, താലൂക്ക്, സിറ്റി, ടൗൺ, എക്സാക്ട് ലൊക്കേഷൻ, ലാൻഡ്മാർക്ക്. അടുത്തത് എമർജൻസി ടൈപ്പ്. എന്ത് എമർജൻസി ആണെന്ന് പറയണം അല്ലെ? എന്ത് എമർജൻസി ആണ് എന്നുള്ളത് പറയണം. അപ്പോ എന്താണ് ആ ഒരു സ്ഥിതി, അതൊക്കെ ക്ലിയർ ആയിട്ട് പറയണം. എന്നാലാണ് അതനുസരിച്ചുള്ള ആംബുലൻസ് നമുക്ക് വിടാൻ പറ്റുള്ളൂ. അതോടെ എമർജൻസി പറയണം. പിന്നെ നമ്പർ ഓഫ് പീപ്പിൾ ഇഞ്ചുറീഡ് ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഇഞ്ചുറീഡ്. എത്ര ആളുകൾക്ക് അപകടം പറ്റി, അതുപോലെ അവസ്ഥ എന്താണ്, ആ ഇഞ്ചുറിയുടെ സ്റ്റേറ്റ് അവസ്ഥ എന്താണ് അത് അറിയിക്കണം, അത് പറയണം. Then last നോക്കിയേ, the caller name and the contact number for location guidelines if needed. ഈ കോളറിന്റെ പേര് പറയണം, ഞാൻ ഇന്ന ആളാണ് വിളിക്കുന്നത്. Then contact number. ഇപ്പൊ പിന്നെ കോണ്ടാക്ട് നമ്പറിന്റെ ആവശ്യമില്ലെന്ന് വെച്ചാൽ നമ്മൾ ഫോൺ മൊബൈൽ വഴിയല്ലേ വിളിക്കുന്നത്. അപ്പൊ പിന്നെ മൊബൈൽ നമ്പർ ഓൾറെഡി അവിടെ കിട്ടിക്കോളും. അല്ലാതെ നമ്മൾ പറയുകയാണെങ്കിൽ കോണ്ടാക്ട് നമ്പറും അറിയിക്കണം. എന്തിനു വേണ്ടി? ഫോർ ദ ലൊക്കേഷൻ ഗൈഡ് ലൈൻസ് ഇഫ് നീഡഡ്. ഇനി എന്തെങ്കിലും അവർ വരുന്ന വഴിക്കോ എന്തെങ്കിലും നമുക്ക് ലൊക്കേഷൻ കറക്റ്റ് അതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ഒന്നോടെ നമ്മളെ തിരിച്ചു കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ നമ്പർ വേണ്ടേ? അതുകൊണ്ട് ആ കോളറിന്റെ നെയിം, കോണ്ടാക്ട് നമ്പർ കൂടി പറയണം. എന്തൊക്കെ കാര്യങ്ങളാ പറയണ്ടേ? എവിടെ നിന്നാണ് കോള് വിളിക്കുന്നത്? ഡിസ്ട്രിക്ട്, താലൂക്ക്, സിറ്റി, ടൗൺ, എക്സാക്ട് ലൊക്കേഷൻ, ലാൻഡ്മാർക്ക്. അടക്കം നമ്മൾ കറക്റ്റ് ആയിട്ട് പറയണം എവിടെ നിന്നാണ് വിളിക്കുന്നത്. എന്ത് എമർജൻസി ടൈപ്പ് അല്ലെ, എന്ത് എമർജൻസി ആണെന്നുള്ളത് പറയണം. എമർജൻസി ടൈപ്പ് പറയണം. പിന്നെ എത്ര ആളുകൾക്ക് ഇഞ്ചുറി പറ്റി, ആ ഇഞ്ചുറിയുടെ അവസ്ഥ എന്താണ് അത് പറയണം. അടുത്ത നോക്കിയേ, the caller name and the contact number for location guidelines if needed. കോളറിന്റെ പേര്, കോണ്ടാക്ട് നമ്പർ, ലൊക്കേഷൻ ഗൈഡ് നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കോളറിന്റെ പേരും കോണ്ടാക്ട് നമ്പറും പറയണം. ക്ലിയർ അല്ലേ? 4 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇനി എമർജൻസി ഹെൽപ്പ്
sent through this process is expected to reach the site of the emergency in an average of 18 minutes. 18 മിനിറ്റിനുള്ളില് ആവറേജ് ഒരു 18 മിനിറ്റിനുള്ളില് ഈ സൈറ്റിൽ എത്തുന്ന രീതിയിലുള്ള ഹെൽപ്പ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അത് നമ്മൾ വിളിച്ചറിയിച്ച് 18 മിനിറ്റ് കൊണ്ട് എത്താവുന്ന രീതിയിലുള്ള ഒരു ഇതായിരിക്കും നമ്മള് ഹെൽപ്പ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, പ്രീ ഹോസ്പിറ്റൽ കെയർ വിൽ ബി given to the patient who are transported to the nearest hospital. അടുത്ത ഹോസ്പിറ്റലിലേക്കൊക്കെ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രീ ഹോസ്പിറ്റൽ കെയർ കൊടുക്കണം. ഹോസ്പിറ്റലിൽ എത്തുന്ന വെറുതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ പോരാ, അപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ കെയർ നമ്മൾ കൊടുക്കണം. given to patient who are transported to the nearest hospital. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് വരേക്കും പ്രീ ഹോസ്പിറ്റൽ കെയർ കൊടുക്കണം. സർവീസ് ഈസ് ജനറലി ഫ്രീ ടു പേഷ്യന്റ്. അപ്പൊ കൊടുക്കുന്ന സർവീസ് ഫ്രീ ആണ്, അതിന് വേറെ ചാർജ് ഒന്നും വേണ്ട. പ്രീ ഹോസ്പിറ്റൽ കെയർ വിൽ ബി ഗിവൺ ടു ദ പേഷ്യന്റ്. ആ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്രീ ഹോസ്പിറ്റൽ കെയർ കൊടുക്കണം. ഹോസ്പിറ്റലിന് എത്തുന്നതിന് മുന്നുള്ള കെയർ നമ്മൾ കൊടുക്കണം. ആ സർവീസ്, അത് ആംബുലൻസ് കൊടുക്കുന്ന ആ സർവീസ് എങ്ങനെയായിരിക്കും? ഫ്രീ ടു ദ പേഷ്യന്റ്. പേഷ്യൻസിന് ഫ്രീ ആയിരിക്കും, അതിന് വേറെ പൈസ ഒന്നും വേണ്ട. ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷമുള്ള കാര്യങ്ങൾക്ക് മാത്രം പൈസ കൊടുത്താൽ മതി. ആംബുലൻസിന് കൊടുക്കുന്ന ആ പ്രീ ഹോസ്പിറ്റൽ കെയർ അതിന് വേറെ പൈസയൊന്നും ആവശ്യമില്ല. 108 is generally by the EMRI, Emergency Management and Research Institute. Underline ചെയ്തേ. Across the more than 10 states in India, നമ്മളെ ഇന്ത്യയില് 10 സ്റ്റേറ്റ്സിൽ കൂടുതൽ എമർജൻസി വിളിക്കുന്നത് നമ്പർ ഏതാ? 108 എന്ന് പറഞ്ഞ നമ്പറിൽ തന്നെയാണ്. 108 ആണ് നമ്മള് എമർജൻസി അറിയിക്കുന്ന നമ്പർ. ഇന്ത്യയില് 10 സ്റ്റേറ്റ്സിൽ കൂടുതലും 10 സ്റ്റേറ്റ്സിൽ കൂടുതലും നമ്മൾ 108 എന്ന നമ്പറിലേക്കാണ് എമർജൻസി വിളിച്ചറിയിക്കുന്നത്. EMRI അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, EMRI, എമർജൻസി Management and Research Institute. During an emergency situation, knowing what to do might save someone's life. ഇനി ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ എന്താ പറയുന്നത് അതനുസരിച്ചായിരിക്കും അയാളുടെ ജീവൻ രക്ഷപ്പെടുന്നത്. നമ്മൾ വെറുതെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളതായിരിക്കും. അത് നമ്മൾ പല ടൈപ്പ് ആംബുലൻസ് ഒക്കെ പറഞ്ഞില്ലേ. ചിലപ്പോ നമ്മളൊരു വെന്റിലേറ്ററോടെ ഒരു സഹായം വേണ്ടി വരുന്ന, പെട്ടെന്ന് സ്ട്രോക്ക് വരുന്ന ഒരു പേഷ്യന്റ്, ഓക്സിജൻ സിലിണ്ടർ വേണ്ടി വരുന്ന, അപ്പൊ അങ്ങനെ ഏത് എമർജൻസി ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ, കൃത്യമായിട്ട് പറയണം. എങ്കിലും അതിനനുസരിച്ചുള്ള സർവീസ് ആയിരിക്കും നമുക്ക്, ആ ടൈപ്പ് ഓഫ് ആംബുലൻസ് ആയിരിക്കും നമുക്ക് അവര് വിടുന്നത്. അപ്പോ ഈ നമ്മൾ പറയുന്നതിന് ബേസ് ചെയ്തിരിക്കും അയാളുടെ ജീവൻ. വെറുതെ ഒരു ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അയാൾക്ക്, നമുക്കറിയാലോ, ഒരു സെക്കൻഡ് പോലും വേണ്ട നമുക്ക് ഒരു ജീവൻ നഷ്ടപ്പെടാം. അപ്പൊ നമ്മള് വിളിച്ചു പറയുന്ന ആളെ ബേസ് ചെയ്തിരിക്കും അയാൾക്കൊക്കെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റികൾ ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പൊ അതുപോലെ അയാളുടെ ജീവനും നമ്മുടെ കയ്യിലാണ് ശരിക്കും ഇരിക്കുന്നത്. നമ്മൾ പറയുന്നതിനെ ബേസ് ചെയ്തിരിക്കും. Here are few tips on what you should tell the emergency dispatcher while calling for an ambulance. Okay, here are few tips. കുറച്ച് ടിപ്സ് അവിടെ പറഞ്ഞേക്കുന്നത്. On what you should tell the emergency dispatcher. Emergency dispatcher എന്ന് പറഞ്ഞാൽ എമർജൻസി വിളിച്ചറിയിക്കുന്ന ആളാണ് dispatcher. എമർജൻസി അറിയിക്കുന്ന ആള്. While calling for an ambulance, ആംബുലൻസ് കോൾ ചെയ്യുമ്പോൾ ഒരു എമർജൻസി ഡിസ്പാച്ചർ, എമർജൻസി അറിയിക്കുന്ന ആളുകള് എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്, അതിന്റെ കുറച്ച് ടിപ്സ് ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. There are few tips on what you should tell the emergency dispatcher while calling for an ambulance. ആംബുലൻസ് വിളിക്കുമ്പോൾ ഒരു എമർജൻസി വിളിച്ചറിയിക്കുന്ന ആളുകള് എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്, അതിലുള്ള ടിപ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഒന്നാമത്തെ നോക്കിയേ, calm and tell the emergency operator the details of the type of emergency. ഒന്നാമത് എന്താ, നമ്മൾ കാമായിരിക്കുക, നമ്മൾ ശാന്തമായിരിക്കുക.
അല്ലാതെ നമ്മൾ പേടിച്ച് വരച്ച് വെപ്രാളപ്പെട്ടൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പകുതി പറയാൻ വന്നത് നമ്മൾ മറന്നു പോകും അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താ നമ്മൾ വളരെ കാമായിരിക്കാം. എമർജൻസി ഓപ്പറേറ്ററിനോട് പറയുക ഡീറ്റെയിൽസ് ഓഫ് ദ ടൈപ്പ് ഓഫ് എമർജൻസി. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ കാമായിട്ട് നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക. ഒന്നാമത്തെ ടിപ്സ് എന്താ പറഞ്ഞേക്കണേ, നമ്മൾ കാമായിട്ട് എന്ത് ചെയ്യാ, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് എമർജൻസി ആണ് അതിന്റെ ഡീറ്റെയിൽസ് എമർജൻസി ഓപ്പറേറ്ററിനോട് അറിയിക്കുക. എമർജൻസി വിളിക്കുന്ന ആള് ശാന്തമായി ഡീറ്റെയിൽസ് ടൈപ്പ് ഓഫ് എമർജൻസി അതിന്റെ ഡീറ്റെയിൽസ് പറയുക. രണ്ടാമത്തെ നോക്കിയേ, you will be demanded to tell him or her the address to where the ambulance should reach, that include the postal code. നോക്കിയേ, ഇനി അവര് നമ്മളോട് ഡിമാൻഡ് ചെയ്യാണ് അല്ലെങ്കിൽ പറയാൻ ആവശ്യപ്പെടുകയാണ് എങ്കിൽ എന്ത് പറയണം, the അഡ്രസ് പറയണം. എവിടെയാണ് ആംബുലൻസ് എത്തേണ്ടത്, എവിടെയാണ് ആംബുലൻസ് എത്തേണ്ടത്, ആ കറക്റ്റ് അഡ്രസ്. That include the postal code, പിൻകോഡ് ഉൾപ്പെടെ പോസ്റ്റൽ കോഡ് പിൻകോഡ് ഉൾപ്പെടെയുള്ള അഡ്രസ് പറഞ്ഞു കൊടുക്കണം. രണ്ടാമത്തെ ഒന്നാമത്തെ എന്താ പറഞ്ഞേ, നമ്മൾ വളരെ കാമായിരിക്കണം, പാനിക്കാവരുത്. നമ്മൾ ആ സമയത്ത് പേടിച്ചു വരച്ച് അങ്ങനെ ആവാൻ പാടില്ല. വളരെ കാമായിട്ട് കറക്റ്റ് എന്താണ് ഡീറ്റെയിൽ എമർജൻസിയുടെ കാമായിരിക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് ഓഫ് ദ ടൈപ്പ് ഓഫ് എമർജൻസി അതും നമ്മൾ പറഞ്ഞു കൊടുക്കണം. എമർജൻസി ഓപ്പറേറ്ററിനോട് കാമായിട്ട് ഏത് ടൈപ്പ് എമർജൻസി ആണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയണം. രണ്ടാമത്തെ അവര് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ്, നമ്മുടെ അഡ്രസ് പിൻകോഡ് കണ്ടോ, ദാറ്റ് ഇൻക്ലൂഡ് ദ പോസ്റ്റൽ കോഡ്. പോസ്റ്റൽ കോഡ് ഉൾപ്പെടെയുള്ള അഡ്രസ് പറയണം. എന്തിനാ, കറക്റ്റ് അവിടെ ആ ലൊക്കേഷനിൽ ആംബുലൻസ് എത്താൻ വേണ്ടി. ഇപ്പൊ അതൊന്നും വേണ്ട അല്ലെ, ലൊക്കേഷൻ ഇട്ട് കൊടുത്താൽ ഇപ്പൊ ലൊക്കേഷൻ അങ്ങ് അയച്ചാൽ പോരെ, സിമ്പിൾ ആയിട്ട് വേഗം എത്താം. ഈ അഡ്രസ്സോ പോസ്റ്റ് പിൻകോഡോ ഇതൊന്നും ഇപ്പൊ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്തത് അത് നോക്കിയേ, മൂന്നാമത്തെ പോയിന്റ് എന്താ, യുവർ ഫോൺ നമ്പർ മേ ഓൾസോ ബി എൻക്വയർഡ് ഫോർ. ഇത് നമ്മളോട് ഫോൺ നമ്പർ ചോദിക്കുകയാണെങ്കിൽ ഫോൺ നമ്പർ പറയണത്. ഇൻ ദ കേസ് ഓഫ് ഓപ്പറേറ്റർ വാണ്ട്സ് ടു കോൺടാക്ട് ഫോർ യുവർ ഡയറക്ഷൻ. ഇനി നമ്മൾ വന്ന വഴിക്ക് ഡയറക്ഷന് വേണ്ടിയിട്ട് ഒരു സംശയം ഉണ്ടായി, ഒന്നോടെ വിളിച്ച് ചോദിക്കണമെങ്കിൽ എന്താണ്, ആ നമ്പർ ഫോൺ നമ്പർ കൂടി പറയണം. ഇതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് നേരെ ഗൂഗിൾ എടുക്കാം, ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ അങ്ങ് അയച്ചു കൊടുക്കുക. അപ്പൊ ഓൺ ദ സ്പോട്ടിൽ പെട്ടെന്ന് എത്താം. ഇതുള്ളത് കൊണ്ട് നമുക്ക് ഇത് പോയിന്റ്സ് പഠിക്കാതിരിക്കാനും പറ്റില്ല, നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അതുകൊണ്ട് ഈ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാം. മൂന്നാമത്തെ ഫോൺ നമ്പറാ പറഞ്ഞത്. ഓപ്പറേറ്ററിന് ഡയറക്ഷന് വേണ്ടി തിരിച്ച് നമ്മളെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ പറയണം. പിന്നെ അടുത്ത നോക്കിയേ, ഹി ഓർ ഷീ വിൽ ഓൾസോ നീഡ് ദ പേഷ്യന്റ് ഏജ്. പേഷ്യന്റിന് നമുക്ക് അറിയാമെങ്കിൽ പേഷ്യന്റ് പേര് ഏജ്, വയസ്സ് എത്രയായതാണ്, സെക്സ് മെയിൽ ആണോ ഫീമെയിൽ ആണോ, മെഡിക്കൽ ഹിസ്റ്ററി, ഇതെല്ലാരും പറയണം. യു മൈറ്റ് റിക്കളക്ട് പേഷ്യന്റിന്റെ ഏജ്, സെക്സ്, എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ അറിയാമെങ്കിൽ നമ്മൾ അത് പറയണം. ഇനി അടുത്ത പോയിന്റ് അഞ്ചാമത്തെ നോക്കിയേ, ദ ഓപ്പറേറ്റർ വിൽ ഓൾസോ നീഡ് ടു നോ ഇഫ് ദ പേഴ്സൺ ഈസ് ബ്ലീഡിങ്. ഇനി ആ പേഷ്യന്റ് ബ്ലീഡിങ് ആണെങ്കിൽ നമ്മൾ വിളിച്ച് പറയുന്ന ആരെ കുറിച്ചാണ് പറയുന്നത്, അയാൾക്ക് ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇഫ് ഹി ഓർ ഷീ ഈസ് കോൺഷ്യസ്, അവര് വല്ല എന്താണ് കോൺഷ്യസ് സ്റ്റേറ്റിലാണോ, അബോധാവസ്ഥയിലാണോ, കോൺഷ്യസ് ആണോ, ബോധമുള്ള ഇതിനകത്താണോ, അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യന്റ് ആണോ, കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ബോധമുള്ളത്, ബോധാവസ്ഥയിലുള്ള പേഷ്യന്റ് ആണോ, അല്ലെങ്കിൽ നമ്മൾ അൺകോൺഷ്യസ് ആണോ, അതൊക്കെ നമ്മൾ പറയണം. ഹാസ് എ ചെസ്റ്റ് പെയിൻ ആൻഡ് ഈസ് ബ്രീത്തിങ്, ചെസ്റ്റ് പെയിൻ ഉണ്ടോ, ബ്രീത്തിങ്ങിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പറയണം. ബ്രീത്തിങ്ങിനൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെതായ സജ്ജീകരണങ്ങളും കൂടി അവർക്ക് കൊണ്ടുവരണ്ടേ. ചെസ്റ്റ് പെയിൻ ഉണ്ടെങ്കിൽ അതാണ് ആ ഒരു എമർജൻസി ടൈപ്പ് ഒന്നുകൂടി നമ്മൾ ക്ലിയർ ആക്കണം. ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അങ്ങനെയാ, ബ്ലീഡിങ് ഒക്കെ വരുന്നതാണെങ്കിൽ അതിനനുസരിച്ച കാര്യങ്ങൾ നോക്കണം. പേഷ്യന്റിന് വല്ല ആ പേഴ്സന്റെ ബ്ലീഡിങ് ഉണ്ടോ, അവൻ കോൺഷ്യസ് ആണോ, ബോധാവസ്ഥയിലുള്ള പേഷ്യന്റ് ആണോ എന്നുള്ളത് നോക്കണം. ആൻഡ് ചെസ്റ്റ് പെയിൻ ഉണ്ടോ, ബ്രീത്തിങ്ങിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഈ കാര്യങ്ങൾ കൂടി നമ്മൾ പറയണം, ഓപ്പറേറ്ററിനോട് പറയണം. 5 പോയിന്റ്സ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ എന്താ, കാമായിരിക്കുക, ഏത് ടൈപ്പ് എമർജൻസി ആണെന്ന് പറയുക. അടുത്തത് നമ്മുടെ അഡ്രസ് പിൻകോഡ് അടക്കം പറയുക. പിന്നെ
നമ്മളോട് ഫോൺ നമ്പർ ആവശ്യപ്പെടുകയാണെങ്കിൽ ഫോൺ നമ്പർ കൂടിയും പറയണം. എന്തിനു വേണ്ടിയാ? ഡയറക്ഷന് വേണ്ടി നമ്മളെ ഒന്ന് തിരിച്ചു കോണ്ടാക്ട് ചെയ്യുന്നതിന് വേണ്ടി. പിന്നെ പേഷ്യന്റിന്റെ ഏജ്, എത്ര വയസ്സുള്ള പേഷ്യന്റ് ആണ്, മെയിൽ ആണോ ഫീമെയിൽ ആണോ, മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ അറിയാമെങ്കിൽ അതുകൂടി പറയണം. പിന്നെ അടുത്ത് നോക്കിയേ, പേഷ്യന്റ് ആ പേഴ്സൺ ബ്ലീഡിംഗ് ആണോ, കോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യന്റ് ആണോ, ബോധാവസ്ഥയിലുള്ള പേഷ്യന്റ് ആണോ, ചെസ്റ്റ് പെയിൻ ഉണ്ടോ, ബ്രീത്തിങ്ങിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പറയണം. അപ്പോ ഇത്രയും കാര്യങ്ങൾ 5 പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് പറഞ്ഞ കേട്ടോ. ഇതൊക്കെ എന്താ? എമർജൻസി വിളിച്ചറിയിക്കുന്ന ആള്. 6ാമത്തെ പോയിന്റ് കേൾക്കാൻ താല്പര്യമുണ്ടോ? അതാണ് ആ കൃഷ്ണന്റെ 6th പോയിന്റ് എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത അത്. 6 പോയിന്റ് ഉണ്ട്. ഒരു പോയിന്റ് കൂടി ഉണ്ട്. 28 ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാൻ അതുകൂടി അങ്ങ് പറഞ്ഞേക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് 6ാമത്തെ പോയിന്റ് കേൾക്കാനായിട്ട് ഒരു താല്പര്യം വന്നില്ലേ? ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത അതെല്ലാ ക്ലാസ്സിലും ചാപ്റ്റർ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളിൽ അവർ എന്നോട് പറയാറുണ്ട്, മിസ്സേ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇത്. ഈ പോയിന്റ്സ് നോട്ട് ചെയ്യണം കേട്ടോ ഹസീന. പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അവര് പറയും, മിസ്സേ ഇനിയിപ്പോ ഞങ്ങൾക്ക് വേറെ പഠിക്കൊന്നും വേണ്ട കേട്ടോ, മിസ്സിന്റെ ക്ലാസ്സിന്റെ ആ ഇതും കൊണ്ട് തന്നെ നമുക്ക് ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റും. ഇനിയിപ്പോ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് വെറുതെ വായിച്ചാൽ മതി, അത്രയും ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് അത് മനസ്സിലേക്ക് നിക്കട്ടെ എന്നുള്ളത് പറഞ്ഞ്. ഏതാണ് ഞാൻ പറയാം, 6th ബാച്ചിൽ ഒരു കുട്ടി പ്രത്യേകം എന്നോട് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞ, ഈ മിസ്സിന്റെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് പ്രത്യേകം വായിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിച്ചാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂൾ ആയിട്ട് എഴുതാന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്, നല്ലൊരു ചാപ്റ്റർ ആണ് കേട്ടോ എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറെയൊക്കെ ഇവിടെ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് വയ്ക്കുക. നമുക്ക് അധികം പഠിക്കാനൊന്നും സമയമില്ല, നമ്മൾ കുഞ്ഞു പിള്ളേരൊന്നും അല്ല അല്ലെ, നമ്മൾ മക്കൾ പഠിപ്പിക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് പഠിക്കാനുള്ള സമയം കുറവേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ മാക്സിമം ക്ലാസ്സുകളൊക്കെ എന്താ പറയുന്നത്, പറ്റുന്നവരൊക്കെ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അപ്പൊ ക്ലാസ്സിൽ തന്നെ നമുക്ക് കുറച്ച് പഠിക്കാം, എന്തായാലും നമുക്ക് ആ സമയം കൊണ്ട് പഠിക്കാം. ഒരു പോയിന്റ് കൂടി ഉണ്ട് അല്ലെ, 6ാമത്തെ. എന്താ? യു വിൽ ഓൾസോ ബി ഡിമാൻഡഡ് ടു മേക്ക് ക്ലിയർ ദ ടൈപ്പ് ഓഫ് ഇഞ്ചുറി. കാരണം കറക്റ്റ് ആയിട്ട് നമ്മൾ പറയണം. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് അല്ലെ, എമർജൻസി ആൻഡ് വാട്ട് കോസ്ഡ് ദ ഇൻസിഡന്റ്. ആ ഇൻസിഡന്റിന് കാരണമായിട്ടുള്ള കാര്യം എന്താണ് അതും കൂടി പറയണം. അടുത്ത 6ാമത്തെ പോയിന്റ്, ടൈപ്പ് ഓഫ് ഇഞ്ചുറി, എമർജൻസി, അതുപോലെ തന്നെ ആ സംഭവം ഇങ്ങനെ ഇത് വരാനായിട്ടേ അതിന് കാര്യം എന്താണ്, നമുക്ക് ആ അപകടം പറ്റാനുള്ള കാര്യം, അതിന് കാരണം എന്താണ് അതും കൂടി അറിയാമെങ്കിൽ നമ്മൾ പറയുന്നു. യു വിൽ ഓൾസോ ബി ഡിമാൻഡഡ് ടു മേക്ക് ക്ലിയർ ദ ടൈപ്പ് ഓഫ് ഇഞ്ചുറി. ഏത് ടൈപ്പ് ഇഞ്ചുറി ആണെന്ന് ക്ലിയർ ചെയ്യണം. ആൻഡ് എമർജൻസി ഓർ ദ എമർജൻസി ആൻഡ് വാട്ട് കോസ്ഡ് ദ ഇൻസിഡന്റ്. ആ സംഭവത്തിന് കാരണം എന്താണ്, എന്തുപോലാണ് അവന് ഒരു അപകടം പറ്റിയത്, എന്ത് കാരണമാണ്, ആ ഇൻസിഡന്റിന് കാരണം എന്താണ് അതും കൂടി അറിയിക്കണം. 6 പോയിന്റ് ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു വെച്ചേക്കാം. ഒറ്റ പ്രാവശ്യം ഒന്ന് വായിച്ചാൽ മതി, വായിച്ചു വെച്ചേക്കാം. പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് എക്സാം എഴുതാം, ഒരു മെഡിക്കും വേണ്ട. ഏത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.